കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമം എന്ന പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളും. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 21-ാമത്തെ വാക്യം. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലഹിനെ ജനിപ്പിച്ചു. മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു. യാരദിൻ്റെ മകനായി ജനിച്ച ഹാനോക്കിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അവൻ 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ആദാമിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദാം ദൈവത്തോട് കൂടെയായിരുന്നു. ഏദേൻ തോട്ടത്തിൽ ദൈവസാന്നിധ്യം അനുഭവിച്ച്, ദൈവശബ്ദം കേട്ട്, ദൈവ തേജസ്സിനാൽ മൂടപ്പെട്ട്, ദൈവ തേജസ് വേണ്ടുവോളം കണ്ട് അനുഭവമാക്കിയ മനുഷ്യൻ, അവൻ്റെ 7-ാം തലമുറയായിരിക്കുന്ന ഹാനോക്കിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അപ്പോൾ പലർക്കും ആ ഒരു ഭാഗ്യം ലഭിച്ചില്ല. എന്നാൽ ഹാനോക്കിനത് ലഭ്യമായി തീർന്നു. യൂദയുടെ ലേഖനം 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. അപ്പോൾ ദൈവത്തോട് കൂടെയുള്ള ഒരു വാസകാലഘട്ടം അത് എത്രയോ ശ്രേഷ്ഠമാണ്. സകലത്തിൻ്റെ ഉടയവനായ, ഉടമസ്ഥനായ, സർവശക്തനായ, സർവ്വവ്യാപിയായ, സർവജ്ഞാനിയായ, സകലത്തിൻ്റെയും കാരണഭൂതനായ കർത്താവിനോട്, മഹാദൈവത്തോട് കൂടെ നടക്കുന്ന, വസിക്കുന്ന, പാർക്കുന്ന ഒരനുഭവം അത് ഹാനോക്കിൻ്റെ ജീവിതത്തിൽ അവൻ നേടിയെടുത്തു എന്നുള്ളതാണ്. ഇസ്രായേൽ ജനം മിസ്രയീമ്യരുടെ അടിമനുഖത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് കനാൻ എന്ന് പറയുന്ന ദേശത്തേക്കുള്ള യാത്രയിൽ ജനത്തിൻ്റെ ഇടയിൽ സംഭവിച്ച ദൈവവിരുദ്ധമായ കാര്യങ്ങൾ നിമിത്തം ദൈവം പറയുന്നുണ്ട്, ഞാൻ ഇവരോടുകൂടെ മുൻപോട്ടില്ല. അപ്പോൾ ജനത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന മോശ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, നീയില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുത്. അപ്പോൾ ദൈവസാന്നിധ്യം ദൈവമക്കൾക്ക് ആവശ്യമാണ്. ഏത് കാലഘട്ടത്തിലും ഒരു ദൈവവൈതൽ ആഴമായി കൊതിക്കുന്ന കാര്യം, മഹാദൈവത്തിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെ ഇരിക്കണം. ആ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന, വസിക്കുന്ന ഒരനുഭവം ഹാനോക്ക് അത് പ്രാപിച്ചെടുത്തു. മോശ ദൈവത്തോട് പറഞ്ഞപ്പോൾ ദൈവം അവനോട് കൂടെ അവരെ മുൻപോട്ട് നയിച്ചു. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഭൂമിയിലെ വാസകാലഘട്ടം അവനോട് ചേർന്ന് നടന്ന പത്രോസും യോഹന്നാനും യാക്കോബും ഒക്കെ ആ സാന്നിധ്യം അനുഭവിക്കുകയും അതവർക്കൊരു അനുഗ്രഹമായി തീരുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ സഭായുഗമെന്നും കൃപായുഗമെന്നും വിശേഷിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിലും ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം അവനോട് ചേർന്ന് നടക്കുന്ന ഒരനുഭവം. ഒരിക്കലൊരു മനുഷ്യൻ്റെ ചരിത്രപ്രകാരം കേട്ടിട്ടുണ്ട്, ഓരോ സായം സന്ധ്യയിലും തിരമാലകളുടെ ശബ്ദം കേട്ടുകൊണ്ട് മണൽപ്പരപ്പിലൂടെ മുൻപോട്ട് യാത്ര ചെയ്യുമായിരുന്നു. അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ 2 കാൽപ്പാടുകൾ കാണാമായിരുന്നു. ദൈവസാന്നിധ്യമായിരുന്നു. എല്ലാ ദിവസവും അദ്ദേഹം ഇങ്ങനെ കടൽക്കരയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യും, കുറേ ദൂരം നടക്കും. അപ്പോഴൊക്കെ ഈ 2 കാൽപ്പാടുകളും തൻ്റെ മുമ്പിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, പിടിച്ചു നിൽപ്പാൻ കഴിയാത്ത വേദനകൾ കടന്നു വന്നു. അങ്ങനെയുള്ള ഒരു കാലത്ത് അദ്ദേഹം ഇങ്ങനെ മണൽപ്പരപ്പിലൂടെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചു, ഇന്ന് ആ 2 കാൽപ്പാടുകൾ കാണുവാനില്ല. അദ്ദേഹത്തിന് വലിയ വേദന തോന്നി. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, കഴിഞ്ഞ നാളുകളിൽ നീ എന്നോട് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പ്രതിസന്ധിയുടെ നടുവിൽ, ഈ വേദനയുടെ നടുവിൽ, ഒരു തകർച്ചയുടെ നടുവിൽ നീ എവിടെയാണ്? എന്നെ നീ മറന്നുപോകും. അപ്പോൾ അദ്ദേഹം ഒരു ശബ്ദം കേട്ടു, കുഞ്ഞേ, നിന്റെ മുമ്പിൽ ആ കാൽപ്പാടുകൾ നീ കാണുന്നില്ലായിരിക്കാം. നിന്റെ കാൽപ്പാടെന്ന് വിചാരിച്ച് നീ കാണുന്ന ആ 2 കാൽപ്പാടുകൾ നിന്റെ കാൽപ്പാടുകളല്ല കുഞ്ഞെ, അത് എൻ്റെ കാൽപ്പാടുകളാണ്. നീ നടക്കുകയല്ല,
ഈ വേദനയുടെ നടുവിൽ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കരത്തിൽ വഹിച്ചിരിക്കുകയാണ്. അപ്പോൾ ദൈവ സാന്നിധ്യം, ദൈവത്തോടു കൂടെ വസിക്കുക, നടക്കുക, അതെത്ര അനുഗ്രഹമാണ്. ഹാനോക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 300 സംവത്സരം ദൈവത്തോടു കൂടെ. അങ്ങനെ നടന്ന് ഹാനോക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതായി. അപ്പോൾ മരണം കാണാതെ ദൈവത്തിങ്കിലേക്ക് ചേർക്കപ്പെട്ട ഭക്തന്മാരിൽ ഒരുവനാണ് ഹാനോക്ക്. ദൈവം അവനെ എടുത്തുകൊണ്ടുപോയി. പ്രിയമുള്ളവരെ, ഒരു ആത്മീയ ദൂതുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനോട് കൂടെ നടക്കുന്ന ഒരു ജീവിതമാണെങ്കിൽ, കർത്താവ് ആകാശമണ്ഡലത്തിൽ വെളിപ്പെടുമ്പോൾ അവൻ്റെ സന്നിധിയിലേക്ക് നീയും ചേർക്കപ്പെടും. ആ കർത്താവിൻ്റെ അടുക്കലേക്ക് ആകാശമണ്ഡലങ്ങളെയും നക്ഷത്രഗോളങ്ങളെ ഭേദിച്ചുകൊണ്ട് കർത്താവ് ഇറങ്ങി വരുന്ന ഇടത്തേക്ക് നീ ചിറകടിച്ച് പറന്നുയരും. ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. എന്നാൽ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് ഋഷിയുടെ മാനസാന്തരത്തിൻ്റെ വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിൽ കാത്തിരിക്കുന്ന തൻ്റെ മക്കളെ ചേർക്കുവാൻ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, രക്ഷിക്കപ്പെട്ട ദൈവവേദൽ മരിച്ചടക്കപ്പെട്ടാലും ജീവനോടെ ശേഷിച്ചാലും ഉയർത്തെഴുന്നേൽക്കുകയും രൂപാന്തരപ്പെടുകയും കർത്താവിൻ്റെ അടുക്കലേക്ക് ചേക്കേറുകയും ചെയ്യും. ആ ഹാനോക്കിൻ്റെ മകനായിരിക്കുന്ന മെതുശലയും ദൈവത്തോട് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. 5-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. ആ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കർത്താവിനോട് കൂടെ നടന്ന് അവൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടാം. മരണം കാണാതെ ഹാനോക്ക് എടുക്കപ്പെട്ടു. കർത്താവിൻ്റെ വരവെങ്കിൽ ജീവനോടെ ശേഷിക്കുന്നുവെങ്കിൽ മരണം കാണാതെ ഒരുപറ്റം ആളുകൾ എടുക്കപ്പെടും. കല്ലറയിൽ വിശ്രമിക്കുന്നുവെങ്കിൽ രൂപാന്തരപ്പെടും, ഉയർത്തെഴുന്നേൽക്കും. അതിനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.